2025 ആപ്പിളിന്റെ M1 മാക്ബുക്ക് എയർ വർത്ത് ആയ ഓപ്ഷൻ ആണോ സംശയമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത്. ആപ്പിൾ 2020 നവംബറിൽ ലോഞ്ച് ചെയ്തൊരു ഡിവൈസ് ആണ് M1 മാക്ബുക്ക് എയർ. അതായത് അവരുടെ ഇന്റൽ ചിപ്സെറ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് അവരുടെ തന്നെ ചിപ്സെറ്റ് ഉപയോഗിച്ച് ലോഞ്ച് ചെയ്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു M1 മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇപ്പോൾ ഒരു 5 വർഷം ആവാറായ ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വർത്ത് ആയ ഓപ്ഷൻ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ എത്ര കാലം കൂടെ ഉപയോഗിക്കാൻ പറ്റും എന്ന് സംശയം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇതിനകത്ത് പെർഫോമൻസ് എങ്ങനെയുണ്ട്, പിന്നെ ഈ ഒരു സമയമായപ്പോൾ തന്നെ ഇപ്പം M4 മാക്ബുക്ക് എയർ ഇറങ്ങിയ സമയമായതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതും ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ടൈം പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നോക്കുവാണെങ്കിൽ ആമസോൺ ഇന്ത്യയിൽ ഇതിന്റെ പ്രൈസിംഗ് കാണിക്കുന്നത് 60,000 മുകളിലാണ്, അതായത് 60,000 ഇന്ത്യൻ റുപ്പീസ് മുകളിലാണ് കാണിക്കുന്നത്. പിന്നെ ചില സ്റ്റോഴ്സിലൊക്കെ മിക്കവാറും ഈ ഒരു പ്രൈസിംഗ് തന്നെ ആയിരിക്കും അവർ വിൽക്കുന്നത്. അതും ഇതിന്റെ ബേസ് വേരിയന്റ് ആണ് ഈ പ്രൈസിംഗ് കാണിക്കുന്നത്. അപ്പൊ ബേസ് വേരിയന്റിനകത്ത് 8GB റാമും 256GB സ്റ്റോറേജും ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിലൂടെ തന്നെ ഈ ഒരു പ്രൈസ് കൊടുത്ത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വേർത്തല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മാക്ബുക്ക് എയർ M1 എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50,000 താഴെയുള്ള ഒരു പ്രൈസിങ്ങിന് ഫസ്റ്റ് ഹാൻഡ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു 40,000 റേഞ്ചിലൊക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് കിട്ടുവാണെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഓപ്ഷൻ ആയിട്ട് തന്നെ നിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസും ബിൽഡ് ക്വാളിറ്റിയും അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോഴായാലും ഇത് നല്ലോണം തന്നെയാണ് ഈ പ്രൊഡക്റ്റിനകത്ത് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ M1 മാക്ബുക്ക് എയർ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 വർഷം ആവാറായ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആപ്പിൾ പൊതുവെ അവരുടെ ലാപ്ടോപ്പ് സപ്പോർട്ട് തരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 7 വർഷം റേഞ്ച് ആണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങളൊരു 50,000 മുകളിലൊക്കെ ഒരു പ്രൈസിങ് കൊടുത്ത് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുവാണെങ്കിൽ ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയർ സപ്പോർട്ട് നിൽക്കാം. അപ്പൊ അങ്ങനെ വരാൻ നേരത്ത് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേർത്ത് ഒരു ഓപ്ഷനെ നിൽക്കത്തില്ല. അതായത് നമ്മളൊരു ലാപ്ടോപ്പ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷമൊക്കെ എന്തായാലും നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഡീൽ ആണെങ്കിൽ മാത്രമാണ് ഈ M1 മാക്ബുക്ക് എയർ നിങ്ങൾ ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ടത്. അതും M1 മാക്ബുക്ക് എയറിനകത്ത് പ്രൈസിംഗിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിന്റെ പെർഫോമൻസ് നമുക്ക് ആദ്യം തന്നെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ M1 ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. അതും ഇതിനകത്ത് ഡിസൈൻ മാറ്റം വരുത്താതെ ആദ്യമായിട്ട് ആപ്പിളിന്റെ ചിപ്പ് ട്രാൻസിഷൻ ചെയ്തപ്പോഴത്തേക്കും ഇറക്കിയ M1 ചിപ്സെറ്റ് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച ലാപ്ടോപ്പ് ആണ് M1 മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പൊ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ ബേസിക് ടാസ്ക് ഒക്കെ ചെയ്യുവാണെങ്കിൽ, അതായത് വെബ് ബ്രൗസിംഗ് ചെയ്യുവാണ്, പിന്നെ നിങ്ങൾ മൈക്രോസോഫ്റ്റ് ഓഫീസിനകത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കോഡിങ്ങോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെ അതെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്ന രീതിയിലാണ് ഇപ്പോഴും ഈ M1 ചിപ്സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ M1 മാക്ബുക്ക് എയർ അല്ലെങ്കിൽ 2020 മാക്ബുക്ക് എയർ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഇപ്പോഴായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കിട്ടും നിങ്ങൾ ബേസിക് ടാസ്ക് ചെയ്യുവാണെങ്കിൽ. അങ്ങനെ തന്നെ നിങ്ങൾ വെബ് ബ്രൗസിംഗിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു 10 ടാബൊക്കെ തന്നെ സഫാരിയിൽ ഓപ്പൺ ആണെങ്കിൽ തന്നെ അതിനകത്ത് ലാഗോ കാര്യങ്ങളൊന്നും കാണത്തില്ല. പിന്നെ അങ്ങനെ നിങ്ങൾ എക്സൽ ഷീറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം റിച്ച് ആയ ഒരു ഡേറ്റ് ഉള്ള എക്സൽ ഷീറ്റ് ആണെങ്കിൽ തന്നെ അതിനകത്തും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ ഒരു 5-6 ആപ്പൊക്കെ ഓപ്പൺ ആക്കി ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു ആപ്പിൽ കൂടെയൊക്കെ സ്വിച്ച് ചെയ്ത് തന്നെ ചെയ്യണമെങ്കിൽ തന്നെ അതിനകത്ത് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതായത് നിങ്ങളൊരു ഐഫോൺ ഉപയോഗിക്കുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണോ അങ്ങനത്തെ രീതി തന്നെയാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഹെവിയായി ലോഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റിംഗ് ഉണ്ട്, പിന്നെ അതിനൊക്കെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഹെവിയായ ഒരു കോഡൊക്കെ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലാഗ് എന്ന് പറഞ്ഞൊരു കാര്യം ചെറുതായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫൈനൽ കട്ട് പ്രോയിനകത്ത് നിങ്ങളൊരു 4K വീഡിയോ ചെയ്യുവാണ്, അതും അത്യാവശ്യം ഓവർലേ ഒക്കെ ഉള്ളൊരു വീഡിയോ ആണെങ്കിൽ അപ്പോഴത്തേക്കും നമുക്ക് ഈ ലാപ്ടോപ്പിനകത്തുള്ള ആ ഒരു പോരായ്മ, ഈ ചിപ്സെറ്റിന്റെ ഒരു പോരായ്മ കാണാൻ പറ്റും. അതായത് നമുക്ക് ലാപ്ടോപ്പ് അത്യാവശ്യം ചൂടാവുന്ന ഒരു കാര്യവും, പിന്നെ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ റാമിന്റെ പോരായ്മ, അതായത് 8GB റാമുള്ള ഒരു പോരായ്മ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതായത് നമുക്ക് ആ വീഡിയോയുടെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് 4K ഒരു വീഡിയോ ആണ്, പിന്നെ നിങ്ങൾക്ക് ഓവർലേയും കൂടുതൽ വരുന്ന സമയത്ത് ആ റാം പോരായ്മ ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് ഇഷ്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വരും. കാരണം ഈ 256GB സ്റ്റോറേജ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഫിൽ ആവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റിംഗിനകത്തൊക്കെ ഒരു 1080p വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റീലൊക്കെ എഡിറ്റ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലോണം തന്നെ വർക്ക് ആവും. പക്ഷേ നിങ്ങളൊരു 10 മിനിറ്റ് ഉള്ള ഒരു 4K വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ആ ഒരു സമയത്ത് പോരായ്മ വരും. പിന്നെ ഫോട്ടോ എഡിറ്റിംഗിനകത്ത് തന്നെ ലൈറ്റ് ഫോട്ടോ എഡിറ്റിംഗ് ആണെങ്കിൽ അഡോബ് ഫോട്ടോഷോപ്പ് ഒക്കെ നല്ലോണം തന്നെ വർക്ക് ആവും. പക്ഷേ അല്ല നിങ്ങൾക്ക് ഭയങ്കര ഹെവിയായ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ ആ ഒരു കാര്യത്തിനും ഈ ഒരു ലാപ്ടോപ്പ് പറ്റിയൊരു കാര്യമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിനാണ് നിങ്ങൾ ഈ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ പോകണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവരുടെ പ്രോ സീരീസോ അല്ലെങ്കിൽ അവരുടെ M4 ചിപ്സെറ്റ് ഉള്ള മാക്ബുക്ക് എയറോ അല്ലെങ്കിൽ മാക് മിനിയിലേക്ക് പോകാനായിരിക്കും നല്ലത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ അങ്ങനത്തെ രീതിയിലൊരു വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു ലാപ്ടോപ്പ് നോക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ്, നിങ്ങൾക്ക് ഒരു ജനറൽ യൂസേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നം വരത്തില്ല, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് റാമിന്റെ പ്രശ്നങ്ങളും തോന്നത്തില്ല. പിന്നെ അതിനകത്ത് തന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചർ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പൊ 8GB റാം ആയാൽ പോലും ആ ഒരു കുഴപ്പമൊന്നും ഇല്ല. പക്ഷേ നിങ്ങൾ ലോങ് ടേം നോക്കാൻ നേരത്ത് ആ ഒരു സോഫ്റ്റ്വെയറിനകത്തുള്ള സപ്പോർട്ട് കുറയുന്ന കാര്യം കാണാൻ പറ്റും. പിന്നെ ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് തന്നെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇല്ലാതാവുന്ന ഒരു ലാപ്ടോപ്പ് ആയിരിക്കും ഈ M1 മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യം ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ലൈറ്റ് ആയി ടാസ്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം വരത്തില്ല. പിന്നെ മോഡറേറ്റ് ടാസ്ക് ആണെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതി തന്നെയാണ് ഇത് വർക്ക് ആവുന്നത്. ഹെവി ടാസ്കിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പോരായ്മകൾ കാണുന്നത്. പിന്നെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ്.
അതായത് ഇപ്പോഴായാൽ പോലും ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് ലോഞ്ച് ആയ സമയത്ത് എടുത്തതാണ്. അതിന് ടിപ്പ് ഉപയോഗിക്കുമ്പോൾ പോലും എനിക്ക് ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ ഒരു കാഷ്വൽ രീതിയിലുള്ള ഒരു ഉപയോഗമാണെങ്കിൽ ഒരു 8 മണിക്കൂർ റേഞ്ചിലൊക്കെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ബാറ്ററിക്കകത്ത് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ആ ഒരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ആദ്യം എടുത്തപ്പോൾ എങ്ങനെയാണോ അതിനൊക്കെ കിട്ടുന്നതിന്റെ കൂടെ തന്നെ 8 മണിക്കൂറോളം റേഞ്ചിൽ ബാക്കപ്പ് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബാക്കപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഫീച്ചർ ആണ് ഇതിന്റെ. പിന്നെ ചാർജിങ് നോക്കുവാണെങ്കിൽ നമുക്ക് 2 പോർട്ടാണ് ഇതിനകത്ത് കിട്ടുന്നത്. അത് രണ്ടും തണ്ടർബോൾട്ട് USB 4 പോർട്ടാണ് കിട്ടുന്നത്. അത് രണ്ടും നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ പോർട്ടിന്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമുക്ക് 2 പോർട്ട് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോങ്കിൾ വാങ്ങിച്ച് വേണം നിങ്ങൾക്ക് ബാക്കിയുള്ള ആക്സസറീസ് കണക്ട് ചെയ്യാൻ. അത് നിങ്ങൾക്ക് ഒരു USB A ആയിട്ടുള്ള പെൻ ഡ്രൈവ് കണക്ട് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് അതിന് നിങ്ങൾ ഡോങ്കിൾ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് മാക്ബുക്ക് എയറിന്റെ ഏതൊരു വേർഷൻ എടുത്താലും, ഇപ്പം M4 മാക്ബുക്ക് എയർ എടുത്താലും ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഒരു പോർട്ടിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്കിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം നോക്കുവാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റിക്ക്, അതായത് നമുക്ക് ഇതിനകത്തുള്ള ഇൻബിൽഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ സൗണ്ട് ഔട്ട്പുട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. നമുക്ക് സ്പീക്കേഴ്സിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൗഡ്നെസ്സും അത്യാവശ്യം ക്ലാരിറ്റിയോട് കൂടിയാണ് ഇതിന്റെ സ്പീക്കർ സിസ്റ്റം വർക്ക് ആവുന്നത്. പക്ഷേ ഇതിനകത്തൊരു പോരായ്മയായിട്ട് ഇപ്പൊ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ഇതിന്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഇതൊരു 13.3 ഇഞ്ച് LED ബാക്ക്ലിറ്റ് ഡിസ്പ്ലേ ആണ്. അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 2560 by 1600 പിക്സൽസ് ആണ്. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേക്ക് നിങ്ങൾക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേയുടെ ബെസൽസ് നോക്കുവാണെങ്കിൽ നല്ല കനം കൂടിയ ബെസൽസ് ആണ്. അത് മാത്രമല്ല ഇവരുടെ പഴയ ഫോമാറ്റിൽ നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അപ്പൊ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വെച്ച് എനിക്ക് വലിയ കുഴപ്പമൊന്നും പറയാനില്ല. അതായത് നമുക്ക് കളേഴ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല റിച്ച് ആയ കളേഴ്സ് തന്നെയാണ്. അതെനിക്ക് ഡിസ്പ്ലേന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വീഡിയോ കാണുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വെബ് ബ്രൗസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ എനിക്ക് ഡിസ്പ്ലേയുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ നേരത്തെ, അതായത് ക്വാളിറ്റിയുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ നേരത്തെ പ്രശ്നമൊന്നും വല്ലതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ലെവലിൽ പോകുന്ന ഒരു കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് ബ്രൈറ്റ് ആവുന്ന ഒരു ഡിസ്പ്ലേ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇൻഡോർ ഉപയോഗമാണെങ്കിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ എന്തെങ്കിലും അടിക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് കണ്ടന്റ് ഒക്കെ വായിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. പിന്നെ ഔട്ട്ഡോർ യൂസുകൾ നോക്കുവാണെങ്കിൽ അതിന് പറ്റിയ ഡിസ്പ്ലേ ഒന്നും അല്ല ഈ M1 മാക്ബുക്ക് എയറിനകത്തുള്ളത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ ചേഞ്ച് വന്നേക്കുന്നത് M2 മാക്ബുക്ക് എയറിനകത്താണ്. അപ്പൊ ഡിസൈൻ ചേഞ്ച് വരുന്നതിന് മുമ്പുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ഇത്. അതായത് ഇവരുടെ പഴയ ഡിസൈൻ ഫോമാറ്റ് ആണ് ഇത്. അപ്പൊ ഈ ഒരു ഫോമാറ്റിനകത്ത് എങ്ങനെയായിരുന്നു ഡിസ്പ്ലേ എന്നുള്ളത് അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും കനം കൂടിയ വെസൽസ് കാണാൻ പറ്റുന്നത്. അതിന്റെ കൂടെ തന്നെ ഏറ്റവും മോശമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ വെബ് ക്യാം ആണ്. പിന്നെ വെബ് ക്യാം എന്ന് പറയുന്നത് ഒരു 720p വെബ് ക്യാം ആണ്. നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം കൂടുതൽ വീഡിയോ കോൾസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എക്സ്റ്റേണൽ വീഡിയോ ക്യാം ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വെബ് ക്യാം ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വെബ് ക്യാമും ഒരു പോരായ്മയാണ്. പക്ഷേ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. അതായത് ഇത്രയും കാലം കഴിഞ്ഞിട്ട് തന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിക്ക് അതൊരു പ്രശ്നം പറയാൻ പറ്റത്തില്ല. ഇതിന്റെ ഡിസൈൻ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇവരുടെ ക്ലാസിക് മാക്ബുക്ക് എയർ ഡിസൈൻ എങ്ങനെയാണോ ആ ഒരു ഡിസൈനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പം ഡിസൈനാണ് തോന്നത്തില്ല. പക്ഷേ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപാട് പഴയ ഒരു ഡിസൈനായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, പ്രത്യേകിച്ചും M2 സീരീസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിസൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം തോന്നുവാണെങ്കിൽ അന്നേരം നിങ്ങൾക്ക് ഒരുപാട് പഴയ ടൈപ്പ് ഡിസൈനായിട്ട് തോന്നുമെങ്കിലും എനിക്ക് ഈ ഒരു ഡിസൈനകത്ത് വലിയ കുഴപ്പമൊന്നും പറയാനില്ല. അതായത് ഒരു വെഡ് ഷേപ്പ് ഡിസൈൻ ആണ്. നമുക്ക് ഏറ്റവും എൻഡിൽ കനം കൂടിയിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് കനം കുറയുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ്. അതും ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് തന്നെ 1.29 കിലോഗ്രാംസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ബാഗിലൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കുഴപ്പം വരത്തില്ല. ഒരുപാട് വെയിറ്റ് ഉള്ള ലാപ്ടോപ്പ് ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോർട്ടബിലിറ്റി വെച്ചും നല്ലൊരു ലാപ്ടോപ്പ് ആണ്. അതും ഞാൻ പറഞ്ഞില്ല, ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിനകത്ത് വേറെ കാര്യം എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് നോട്ട് എടുക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൊരു കീബോർഡാണ് ഈ M1 മാക്ബുക്ക് എയറിനകത്തുള്ളത്. അതും കീബോർഡിന് ഒരു കംപ്ലൈന്റ് ഇതുവരെ വന്നിട്ടില്ല. അതും കീ ട്രാവലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ കീബോർഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതും ട്രാക്ക് പാഡ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ട്രാക്ക് പാഡാണ് ഇവിടെ കിട്ടുന്നത്. അതും അവരുടെ ഫോഴ്സ് ടച്ച് ട്രാക്ക് പാഡ് ആണ്. അത് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മൂത്ത് ആയ രീതിയിലാണ് ഈ ട്രാക്ക് പാഡും വർക്ക് ആവുന്നത്. ഇപ്പൊ ഡിസൈൻ പരമായിട്ട് പ്രത്യേകിച്ച് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി പരമായിട്ട് ഏറ്റവും ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ഉള്ള ലാപ്ടോപ്പ് തന്നെയാണ് M1 മാക്ബുക്ക് എയർ. പ്രത്യേകിച്ചും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ഉള്ള ലാപ്ടോപ്പ് ആണ്. അതായത് അലുമിനിയം ചാസിലാണ് ഈ ലാപ്ടോപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ എവിടെയും വളയുന്ന കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ പോർട്ടിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് എത്ര എക്സ്റ്റേണൽ ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ എക്സ്റ്റേണൽ ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ അത് കൂടാതെ തന്നെ ഈ ലാപ്ടോപ്പിനകത്ത് നമുക്ക് അൺലോക്കിംഗ് മെത്തേഡിന് വേണ്ടി ടച്ച് ഐഡിയും കിട്ടുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഈ M1 മാക്ബുക്ക് എയർ എന്ന് പറയുന്നത് ഇപ്പൊ 2025 ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ലാപ്ടോപ്പ് തന്നെയാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഒരുപാട് ഹെവി ആയ ഒരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാഷ്വൽ യൂസേജ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജ് പരമായിട്ടുള്ള യൂസേജ് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് ഏറ്റവും നല്ലോണം തന്നെ വർക്ക് ആവുന്ന ലാപ്ടോപ്പാണ്. ഈ കാറ്റ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കോഡിങ്ങിനൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു കാര്യത്തിനൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ വർക്ക് ആവുന്നതാണ്. നിങ്ങൾക്ക് ആർ കോഡിങ്ങോ അല്ലെങ്കിൽ എക്സ്കോഡിനകത്ത്, പ്രത്യേകിച്ചും എക്സ്കോഡ് കോഡിംഗ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളതെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ സീക്വൽ ഡേറ്റാബേസ് റൺ ചെയ്യണമെങ്കിലും വലിയ കുഴപ്പമില്ല, അതിനകത്ത് വർക്ക് ആവുന്നുണ്ട്. പിന്നെ
നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെവി വർക്ക് ഫ്ലോ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു ലാപ്ടോപ്പ് കൺസിഡർ ചെയ്യത്തില്ല കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാര്യമല്ല ഇത്. പിന്നെ ഗെയിമിംഗ് പരമായിട്ടും മാക്ബുക്ക് എന്ന് പറയുന്നത് പൊതുവെ ഗെയിമിംഗ് നല്ലൊരു കാര്യമല്ല. അതിന് വിൻഡോസ് ലാപ്ടോപ്പ് നോക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം, അല്ലെങ്കിൽ വിൻഡോസിന്റെ ഒരു PC നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് മാക്ബുക്ക് എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ആപ്പിളിന്റെ മാക്OS എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലാത്ത ഒരു രീതിയിലാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കുറവാണ്, പക്ഷെ നിങ്ങൾക്ക് ഒരു മാക്ബുക്ക് തന്നെ വേണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഒരു 2 വർഷത്തേക്ക് കുഴപ്പമില്ലാതെ വർക്ക് ആവുന്ന ലാപ്ടോപ്പാണ് ഈ M1 MacBook Air എന്ന് പറയുന്നത്. ഞാൻ ഈ 2 വർഷത്തിന്റെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് വെച്ചാണ്. കാരണം ഇവരുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് എത്ര കാലം കൂടെ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവരൊരു സോഫ്റ്റ്വെയറിന്റെ ഒരു രീതി വെച്ച് പറയുവാണെങ്കിൽ ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നിൽക്കാം. പിന്നെ റാം പരമായിട്ടുള്ള പോരായ്മ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയറിനകത്തുള്ള സപ്പോർട്ടിനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് വെച്ച് ഇപ്പൊ പറയാൻ നേരത്ത് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു മോഡറേറ്റ് യൂസേജ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ലാപ്ടോപ്പ് തന്നെയാണ് M1 MacBook Air. അത് ഞാൻ M2 MacBook Air ഉപയോഗിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ M2 MacBook Air M1 MacBook Air തമ്മിൽ പെർഫോമൻസിനകത്ത് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു വ്യത്യാസം വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതേണക്ക് തന്നെ ആയിരിക്കും എന്തായാലും അവരുടെ M3 ചിപ്സെറ്റും. പക്ഷെ M4 ചിപ്സെറ്റിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ M4 വേർഷൻ ഇറങ്ങിയപ്പോഴത്തേക്കും അതിനുള്ള റാം എന്ന് പറയുന്ന ബേസ് ആയിട്ട് 16 GB ആണ് അവർ കൊടുത്തേക്കുന്നത്. അതായത് റാമിനകത്ത് അങ്ങനത്തെ ഒരു മാറ്റം വന്നപ്പോൾ തന്നെ ആ ഒരു അഡ്വാൻറ്റേജ് ആ ഒരു ലാപ്ടോപ്പിന് കിട്ടും. പക്ഷെ അതിന്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 1 ലക്ഷം റേഞ്ചിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് വേർഷൻ M1 ചിപ്സെറ്റ് ഉള്ള MacBook Air കിട്ടുവാണ് ഒരു 40,000 റേഞ്ചിൽ, അല്ലെങ്കിൽ അതിനൊക്കെ താഴെ കിട്ടുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എപ്പോഴായാലും അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തുള്ളിൽ കാണാം. അതുവരെ ബൈ.